ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ സാക്ഷാൽ MGRനും ഉലകനായകൻ കമലഹാസനും പിന്നാലെ അരശിയൽ ഗലാട്ടയിലേക്ക് ഇറങ്ങുകയാണ് ഇളയ ദളപതി. ഇപ്പോൾ ഇളയ ദളപതിയിലെ ദളപതിയാണ്. ആ നാട് അങ്ങനെയാണ്. സിനിമയും രാഷ്ട്രീയവും വല്ലാതെ അങ്ങ് ഇഴുകിച്ചേർന്ന് കിടപ്പാണ്. കത്തി, സർക്കാർ, മെർസൽ തുടങ്ങിയ ചിത്രങ്ങളിലെ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ വിമർശനങ്ങൾ, അതിന് നേരിടേണ്ടി വന്ന ആക്രമണങ്ങൾ, അതിനൊക്കെയുള്ള വിജയുടെ മറുപടികളൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള കളമൊരുക്കലായിരുന്നു. സാക്ഷാൽ തലൈവർ തുടങ്ങും മുൻപേ കളം വിട്ട തമിഴക അരശിയലിൽ വാഴുമോ ദളപതി? പ്രിയ പ്രേക്ഷകർക്ക് പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പുതിയ ദളപതി. നമ്മുടെ നാട്ടിൽ പോലും വിജയ് ഫാൻസിന് ഒട്ടും കുറവില്ല. തമിഴ്നാട്ടിലെ കാര്യം പറയുകയും വേണ്ട. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തടുത്തുകൂട്ടിയ രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്ക് എത്തുകയാണ് വിജയ്. തമിഴ് രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടി എത്തുന്നു. തമിഴിന്റെ സ്വന്തം ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം അങ്ങേയറ്റം ആവേശത്തോടെ ആരാധകർ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ തമിഴക വെട്രി കഴകം നിലവിൽ വന്ന ഇന്നലെയാണ് വിജയ് പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയത്തിലേക്ക് വിജയെ സ്വാഗതം ചെയ്യുമ്പോഴും സിനിമയല്ല രാഷ്ട്രീയം എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഇപ്പോൾ അധികമായുണ്ട്. തമിഴ്നാട്ടിൽ അത് പുതിയതുമാണ്. ഷെരുൺ റാം ചെന്നൈയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചേരുകയാണ്. ഷെരുൺ റാം, ശരിയാണ്, തമിഴ്നാടും സിനിമയും തമ്മിൽ അഭേദ്യമായ ബന്ധമൊക്കെ ഉണ്ട്. അതങ്ങനെ ഇഴുകിച്ചേർന്ന് കിടക്കുന്നതാണെന്ന് പറയുമ്പോൾ പോലും MGR, കരുണാനിധി, വിജയകാന്ത് കാലമൊക്കെ കഴിഞ്ഞു. എന്താണ്, സിനിമ മാത്രമല്ല ജീവിതമെന്ന് വിജയ്ക്ക് ഓർമ്മപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു. എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത് വിജയുടെ പുതിയ പാർട്ടി? ഷെരുൺ റാം. തമിഴകത്തിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയ മറ്റ് നടന്മാരെ അപേക്ഷിച്ച് അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് വിജയ്ക്ക് അനുയോജ്യമായ, അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുന്ന ഒരു സമയമെന്ന് പറയാം. ഇതിനു മുമ്പ് പലരും, ശിവാജി ഗണേശൻ മുതൽ കമലഹാസൻ വരെ പയറ്റാൻ ശ്രമിച്ച ഒരു കളമാണ് രാഷ്ട്രീയം. എന്നാൽ ആർക്കും ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിജയകാന്ത് മാത്രമായിരുന്നു അല്പമെങ്കിലും രാഷ്ട്രീയത്തിൽ ശോഭിച്ചിരുന്നത്. അപ്പോ വിജയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് AIADMK, ജയലളിതയ്ക്ക് ശേഷം AIADMKക്ക് ഉണ്ടായിരിക്കുന്ന തകർച്ച എന്ന് പറയാനാവില്ല. 30% ഒരു വോട്ടുള്ള ഒരു പാർട്ടിയാണ്. അതിന്റെ ആ ഒരു AIADMKയുടെ ഒരു തളർച്ച ഒരു ഭാഗത്ത്. ഒപ്പം DMK ഗവൺമെന്റ് ആദ്യത്തെ 2 വർഷത്തെ ഹണിമൂണിന് ശേഷം ഇപ്പോൾ 2 മന്ത്രിമാർ 2 വിക്കറ്റ് വീണതിന് ശേഷം ഒരുപാട് കറപ്ഷൻ ചാർജസ് ഫേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന 2 വർഷം, 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ 2 വർഷം DMKക്ക് അല്പം കൂടി ദുഷ്കരമായിട്ടുള്ള 2 വർഷങ്ങളായിരിക്കാനാണ് സാധ്യത. അങ്ങനെയിരിക്കെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് വിജയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമൽഹാസൻ അങ്ങനെ ആയിരുന്നില്ല. 2019 അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ ജയലളിത മരിച്ചു കഴിഞ്ഞുവെങ്കിലും AIADMK വളരെ ശക്തമായിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒപ്പം തന്നെ DMK അധികാരത്തിലല്ലായിരുന്നത് കൊണ്ട് തന്നെ കറപ്ഷൻ ചാർജസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്പേസ്, ഒരു ഹിസ്റ്റോറിക്കൽ മോമെന്റ് ആണ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതൊരു നല്ലൊരു ടൈമിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ വിജയുടെ ഫാൻസ് എന്ന് പറയുന്നത് വെറും എന്താണ്, മറ്റേ കട്ടൗട്ടിൽ പാലൊഴിക്കുന്ന കുറച്ച് സംഘം മാത്രമായി നിലനിൽക്കാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, നിയമസഹായം, സായാഹ്ന ക്ലാസുകൾ, അങ്ങനെ ഈ ആരാധക കൂട്ടായ്മകളെ എനർജൈസ് ചെയ്ത് നിർത്താൻ വിജയ് തുടക്കം മുതലേ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വിജയുടെ മനസ്സിൽ രാഷ്ട്രീയ പാർട്ടി എന്നത് തന്നെയായിരുന്നു തുടക്കം മുതലേയുള്ള ആലോചന എന്നൊരു ചിന്തയിലേക്ക് എത്തണം അരുൺ റാം? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നുള്ളത് എല്ലാവരും തന്നെ, രജനീകാന്തിന്റെയും കമൽഹാസന്റെയും എല്ലാ ആക്ടേഴ്സിന്റെയും ഫാൻസ് അസോസിയേഷൻസ് ചെയ്തിരുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു ഡിഫൈനിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപക്ഷെ വിജയ്ക്കുള്ള ഒരു പാൻ സബോൾട്ടേൺ ഒരു ഇമേജ് ഉണ്ട്. അത് ഇപ്പോൾ കമൽഹാസൻ എടുത്തു കഴിഞ്ഞാൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കമൽഹാസന് ഒരു അർബൻ സെൻട്രിക് ആയിട്ടുള്ള, ഒരു സ്കോളസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ എല്ലാം അറിയാവുന്ന ഒരു സ്കോളസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. എന്നാൽ വിജയ് അങ്ങനെയല്ല. ഒരു ബോയ് നെക്സ്റ്റ് ഡോർ, ഒരു അണ്ണൻ നെക്സ്റ്റ് ഡോർ, ആ ഒരു ഇമേജാണ് അദ്ദേഹം വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ സിനിമകൾ പരിശോധിച്ചാലും ഇപ്പോൾ A ക്ലാസ് തിയേറ്ററുകളിൽ മാത്രമല്ല, Aയിലും Bയിലും Cയിലും ഒക്കെ അദ്ദേഹം സ്റ്റാർ. കമൽഹാസൻ അങ്ങനെയല്ല. കമൽഹാസന്റെ MNMന്റെ വോട്ട് ശതമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് കോയമ്പത്തൂരും ചെന്നൈയും പോലെയുള്ള വലിയ പട്ടണങ്ങളിലാണ്. എന്നാൽ വിജയുടെ ഒരു ഫാൻ ബേസ്, അത് ഒരു പാൻ തമിഴ്നാടാണ്. റൂറൽ അർബൻ ഡിവൈഡ് ഇല്ലാതെ ഒരു ഫാൻ ബേസ് ഉള്ളത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഇതിലൊക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ വയസ്സ്, 49 വയസ്സെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വളരെ ചെറുപ്പമാണ്. അപ്പോ അദ്ദേഹം ഒരു 10 വർഷം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോഴേക്കും സ്റ്റാലിനും എടപ്പാടി പളനിസ്വാമിക്കും ഒക്കെ 80 വയസ്സിന് പോലുണ്ടായി. പിന്നീട് അദ്ദേഹം യുദ്ധം ചെയ്യാൻ പോകുന്നത് ഉദയനിധി സ്റ്റാലിനോടും അണ്ണാമലയോടും ഒക്കെയായിരുന്നു. അങ്ങനെയുള്ള ഒരു ത്രികോണ മത്സരം വരുന്ന സമയത്ത് വിജയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഈ 2026
ഒരുപാട് സീറ്റ് പിടിക്കാനോ അധികാരത്തിൽ വരാനോ ഓപ്പോസിഷനിൽ ഇരിക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു 10 വർഷത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വിജയ് തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഭാവിയുണ്ട്. പക്ഷെ അതിനുള്ള സ്റ്റാമിനയും അതിനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടാകുമോ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. ശരണ്യ, മറ്റു ചോദ്യം കൂടി. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിമർശനത്തെക്കാൾ വിജയ് ഇക്കാലം അത്രയും കൂടുതൽ പറഞ്ഞു കേട്ടുള്ളത് കേന്ദ്ര സർക്കാർ വിമർശനം തന്നെയാണ്. അത് ഇപ്പോൾ ഓഡിയോ ലോഞ്ചിന് സമയത്തൊക്കെ ആണെങ്കിലും നേർക്കുനേർ വിമർശനങ്ങൾ. അദ്ദേഹത്തിൻ്റെ പേര് വിജയ് എന്നുള്ളതല്ല, വിജയ് ജോസഫ് എന്നാണ് എന്ന ഒരു സംഘപരിവാർ പ്രചരണം. ശരി, എൻ്റെ പേര് വിജയ് ജോസഫ് ചന്ദ്രശേഖർ ആണെന്ന് അദ്ദേഹത്തിൻ്റെ ലെറ്റർപാഡിൽ പേര് പുറത്തുകൊണ്ടുള്ള അതിന് മറുപടി. അപ്പോൾ ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം അതിൻ്റെ മുഖവും തിരിയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അല്ലേ ശരണ്യ? അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഒരു ആന്റി റൈറ്റ്, അദ്ദേഹത്തിന്റെ ഐക്കോൺസ് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ പെരിയാർ, അംബേദ്കർ ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഒരു പ്രോ ലെഫ്റ്റ് ആണ്. കമൽ ഹാസൻ പറയുന്നത് അദ്ദേഹം മയ്യത്തിലാണ്, സെൻട്രലിലാണെന്നാണ്. അദ്ദേഹം ഒരു വിഹിതമായിരുന്നു, എനിക്ക് രാഷ്ട്രീയപരമായ ഒരു വിഹിതമായിരുന്നു. അപ്പോൾ വിജയ് കൃത്യമായ ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഒരു പ്രോ തമിഴ്, ഒരു പ്രോ ദ്രവീഡിയൻ, ഒരു പ്രോ തമിഴ് സബ് നാഷണലിസം പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലാരിറ്റി വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ശരൺ റാം. അപ്പോൾ എന്തായാലും വിജയ് പുതിയ പാർട്ടിയുമായി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വിജയുടെ ആരാധക കൂട്ടായ്മ. വലിയ ആവേശത്തിലാണ് അവരുള്ളത്. എന്തായാലും ഈ ലോക്സഭയിൽ മത്സരിക്കുന്നതിൽ അടുത്ത നിയമസഭയിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നു. അപ്പോൾ മതിയായ സമയമുണ്ട്. സമയമെടുത്ത് തമിഴക രാഷ്ട്രീയം പിടിക്കുക എന്നുള്ളതാണ് വിജയുടെ ലക്ഷ്യം. എന്തായാലും വിജയ് പെട്ടെന്നൊരു ദിവസം രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് പൊട്ടിവീഴാൻ പ്രവേശിക്കാൻ തീരുമാനിച്ച ആളല്ല. അതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട ഹോംവർക്കും താല്പര്യമൊക്കെ ഉണ്ട്. പങ്കെടുക്കുന്ന പൊതുചടങ്ങുകളിലെല്ലാം വിജയ് കൃത്യമായി രാഷ്ട്രീയം പറയാറുണ്ട്. ഒരു കുട്ടി സ്റ്റോറി സൊല്ലട്ടുമാ എന്ന ചോദ്യത്തോട് ആരംഭിക്കുന്ന വിജയുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പലപ്പോഴും ഒളിപ്പിക്കുന്നത് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങൾ തന്നെയാണ്. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ വിജയ് പോയത് ഒരു സൈക്കിളിലാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. പെട്രോൾ വില വർധനവിലെ പ്രതിഷേധമെന്ന വ്യാഖ്യാനവും ഉണ്ടായി. 24 ഡിജിറ്റൽ ഡിവിഷൻ നിർമ്മിച്ച അരസിയൽ ഗലാട്ടയിൽ നിന്ന് ഒരു റിപ്പോർട്ട്. ഒരു കുട്ടി സ്റ്റോറി സൊല്ലട്ടുമാ. തിങ്ങി നിറഞ്ഞ ഓഡിറ്റോറിയത്തിൽ ആരാധകരുടെ നിലയ്ക്കാത്ത കയ്യടികൾക്ക് മുന്നിൽ ഒരു ചെറു പുഞ്ചിരിയോടെ വിജയ് അങ്ങനെ നിൽക്കുകയാണ്. മൈക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ദളപതി വിജയ് ചടങ്ങുകളിലും മറ്റും പ്രസംഗിക്കുന്നത് ഏതാണ്ട് ഒരേ ശൈലിയിലാണ്. ഒരു കുട്ടിക്കഥ ആദ്യമേ ചൊല്ലും, അതൊരു പതിവാണ്. കഥ തുടങ്ങി. ഒരു രാജാവും പരിവാരങ്ങളും ഒരു യാത്ര പോവുകയാണ്. കുറേ ദൂരം പോകേണ്ടതുണ്ട്. യാത്രയ്ക്കിടെ ക്ഷീണം മാറ്റാൻ തണലുള്ള ഒരിടത്ത് നിർത്തി. ഈ പരിചാരകർ കയ്യിൽ കരുതിയ ഒരു നാരങ്ങ പിഴിഞ്ഞ് രാജാവിന് കൊടുക്കാനെടുത്തപ്പോൾ മധുരത്തിന് പകരം ഉപ്പ് ചേർക്കണമെന്ന് മന്നന് മോഹം. ഉപ്പ് വാങ്ങി വരാൻ ഒരു ശിപ്പായിയോട് പറഞ്ഞ് ഒരു നാണയം കയ്യിലെടുത്ത് നൽകി. ശിപ്പായി, അതായത് ശിപ്പായി എന്ന് പറഞ്ഞാൽ ഭടൻ, രാജാവിനോട് ചോദിച്ചു, ഒരു സുട്ട് ഉപ്പുക്ക് കാശ് എതുക്ക് റാസൻ, അതോ ഇന്ത ഊരുക്കേ മന്നൻ നീങ്ക. ചോദ്യം അത്ര അന്യായമല്ല. ഒരു നാരങ്ങ വെള്ളത്തിന് ചേർക്കാനുള്ള ഉപ്പിന് ഈ പണമൊക്കെ നൽകേണ്ട കാര്യമുണ്ടോ? രാജാവ് പറഞ്ഞു, ഒരു നുള്ള ഉപ്പിനായാലും മന്നൻ അധികാരം ദുർവിനിയോഗം ചെയ്യാതെ അല്ലെങ്കിൽ അഴിമതി ചെയ്യാതെ ഇരുന്നില്ലെങ്കിൽ പിന്നാലെ നിങ്ങൾ എല്ലാവരും ഇതേ കാര്യം ചെയ്യും. ഭരിക്കുന്നവരാൽ തന്നെ നാട് കൊള്ളയടിക്കപ്പെടും. അതിന് കാരണമാകാൻ ഞാനില്ല. നമ്മുടെ ഈ പൂമ്പാറ്റയിലൊക്കെ വരുന്ന ഒരു മുത്തശ്ശി കഥ പോലെ ഒരെണ്ണമാണ് ഈ വിജയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന ആരാധകർ ഓരോ വാക്കിനും കൈയടിക്കുകയാണ്. ചേട്ടാ, ഒരു കഥ പറയുമ്പോൾ അത് മുഴുവൻ കേട്ടിട്ട് കൈയടിക്കരുത്. എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തായിരിക്കും അത്? 2018 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ പ്രസംഗം നടക്കുന്നത്. വിജയ് തൻ്റെ കഥയുടെ ബാക്കിയായി പറയുകയാണ്. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മുകളിൽ ഇരിക്കുന്നവർ നന്നായാൽ എല്ലാവർക്കും ഒരു ഭയം വരും. അതായത് അഴിമതി ചെയ്യാൻ ഒരു ഭയം വരും. അതുപോലെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിനും ഡെത്ത് സർട്ടിഫിക്കറ്റിനും ഒക്കെ പണം കൊടുക്കണമെന്നൊക്കെ, അങ്ങനെ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ വിജയ് ഈ വിമർശന ബുദ്ധിയാ പറയുന്നുണ്ട്. ഒരു തലവൻ കറക്റ്റാ സ്ട്രോങ്ങാ നല്ലവനായിരുന്നാ ഓട്ടോമാറ്റിക്കാ അന്ത കക്ഷി ഒരു നല്ല കക്ഷിയാ ഇരിക്ക പോകുന്നത്. ഇന്നേക്ക് ഗാന്ധി ജയന്തി, ധർമ്മം താങ്ക ജയിക്കും, ന്യായം താങ്ക ജയിക്കും, ആനാ കൊഞ്ചം ലേറ്റാ ജയിക്കും. അങ്ക ഒരുത്തം വരുവാ, അടിപ്പെട്ട് നൂലാ വരുവാൻ, അവൻ ലീഡറാ മാറുവാൻ, അവനുക്ക് കീഴെ നടക്കും പാറ് ഒരു സർക്കാർ. കയ്യടിയുടെ ഗുട്ടൻസ് പിടികിട്ടി. രാഷ്ട്രീയമാണ് പ്രസംഗം. സർക്കാർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് ചടങ്ങാണ്. ഈ സർക്കാർ വരുന്നത് മെർസൽ എന്ന സിനിമയ്ക്ക് പുറകെയാണ്. ഈ മെർസൽ എന്ന സിനിമ വിജയ് എന്ന നടന്റെയും വിജയ് എന്ന വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇതേ ദളപതി 2021 ഏപ്രിൽ 6 ന്
അതായത് സംസ്ഥാനത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം ഒരു സൈക്കിൾ ഷോ നടത്തി. അതൊരു സൂപ്പർ ക്യാച്ച് ആയിരുന്നു. മാധ്യമങ്ങൾ, ആരാധകർ, വിമർശകർ, നിരൂപകർ, ശത്രുക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, PR ടീം, സിനിമാ നിർമ്മാതാക്കൾ തുടങ്ങി തമിഴ്നാടും അയൽ സംസ്ഥാനങ്ങളും തല പുകഞ്ഞാണ് ആ സൈക്കിളിന് പുറകെ ഓടിയത്. പക്ഷെ വിജയ് ആഞ്ഞു ചവിട്ടുകയാണ്. ചെന്നൈ നീലാങ്കരയിൽ കപിലീശ്വരർ നഗറിലെ കാഷോറിന ഡ്രൈവ് സ്ട്രീറ്റിലെ വിജയുടെ വീടിന്റെ കൂറ്റൻ കവാടം തുറന്ന് സിനിമാ സ്റ്റൈലിൽ സൈക്കിളിൽ പുറത്തിറങ്ങിയ വിജയ് പോളിംഗ് ബൂത്ത് ലക്ഷ്യമാക്കി ചവിട്ടി. പോളിംഗ് ബൂത്തിലേക്ക് വിജയ് അങ്ങനെ ചവിട്ടി പോകട്ടെ. നമുക്കറിയേണ്ടത് വിജയ് ഇതെവിടെന്നാ ചവിട്ടി തുടങ്ങിയത് എന്നാണ്. ആർക്കിട്ടാണ് ഈ ചവിട്ടെന്നാണ്. ഏപ്രിൽ 6 സൈക്കിൾ ആഞ്ഞു ചവിട്ടി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു മടങ്ങിയ വിജയ് പോലും പ്രതീക്ഷിക്കാതെ ആ സൈക്കിൾ ചവിട്ട് നാട്ടിൽ കത്തിപ്പടർന്നു. കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ വിലവർദ്ധനവിനെതിരെയാണ് വിജയുടെ ഷോ എന്ന് തൽപര കക്ഷികൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വച്ച് കാച്ചി. ആവശ്യക്കാർ അവരുടെ രാഷ്ട്രീയം വച്ച് ചേർത്ത് ആ സൈക്കിളിന് പുറകെ പാഞ്ഞു. പക്ഷെ വിജയ് ഒരു കച്ചവട മുതലാണ്. PR ടീമിന് സംഗതി അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. സിനിമാ നിക്ഷേപകരും മുറുമുറുത്തു. PR ടീം വിശദീകരണം ഇറക്കി. ഇതല്ല, ഇതങ്ങനല്ല. വീടിനടുത്ത് ഇടവഴിയിലാണ് പോളിംഗ് ബൂത്ത്. കാറ് പോകാത്തത് കൊണ്ട് സൈക്കിളിൽ പോയി എന്നേ ഉള്ളൂ. പക്ഷെ വിജയുടെ സൈക്കിൾ ഓടിയത് അത്ര നിഷ്കളങ്കമായ ഇടവഴിയിലൂടെയാണോ? അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. നമുക്കിട്ട കാടിരുന്നാ എടുത്തിടുവാങ്ക്, പണം ഇരുന്നാ പുടുങ്കിടുവാങ്ക്, പഠിപ്പ് മട്ടും നമുക്കിട്ട് ഇരുന്നാ എടുത്തിട മുടിയാത്. അസുരനിൽ ധനുഷിന്റെ നമ്മുടെ വിജയ ഡയലോഗായിരുന്നു. ഈ അടുത്ത കാലത്ത് കുട്ടികൾക്കുള്ള പഠന സഹായ വിതരണത്തിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഡയലോഗൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള ഓരോരോ പാലങ്ങളാണ് വിജയ്ക്ക്. എന്തായാലും ആ പാലം അധികാരം എന്നുള്ള അത്യന്തിക ലക്ഷ്യത്തിലേക്കൊക്കെ നടന്നെത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. തമിഴക രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. സിനിമയും രാഷ്ട്രീയവും ഒക്കെ കൂടിക്കലർന്ന സംസ്കാരമാണ് തമിഴ്നാട്ടിൻ്റെത്. നമുക്കറിയാം, അത് കാലാകാലങ്ങളിൽ MGR മുതൽ ഇങ്ങോട്ട് നമുക്കറിയാവുന്നതാണ് സംസ്കാരം. സിനിമാ താരങ്ങളെ ദൈവതുല്യം കാണുന്ന മറ്റൊരു ജനസമൂഹം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്നാകും മറുപടി. ദ്രാവിഡ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സിനിമ എന്ന മാധ്യമത്തെ അതിശക്തമായി ഉപയോഗപ്പെടുത്തിയ ചരിത്രമാണ് തമിഴ്നാടിനുള്ളത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കം നിന്ന ജനങ്ങളെ ഒരു കുട കീഴിൽ കൊണ്ടുവരാൻ ആദ്യം ശ്രമം തുടങ്ങിയത് കരുണാനിധിയാണ്. അതിശക്തമായ സംഭാഷണങ്ങളിലൂടെ കലൈഞ്ചർ കരുണാനിധി പ്രേക്ഷകരെ തന്റെ രാഷ്ട്രീയം കൃത്യമായി പഠിപ്പിച്ചു. என்னை வாழ வைக்கும் தெய்வங்களான தாய்மார்களே, உள்ளேயும் இந்த திரைக்குள்ளேயும் வெளியேயும் லட்சோபலட்சம் மக்களான என் ரத்தத்தின் ரத்தமான உடன்பிறப்புகளே. കരുണാനിധിയുടെ നായകനായി രംഗപ്രവേശം ചെയ്ത MG രാമചന്ദ്രൻ എന്ന MGR. രാഷ്ട്രീയത്തിൽ പക്ഷേ MGR കരുണാനിധിയെയും മറികടന്ന് മുന്നോട്ടു പോയി. 1972 തമിഴ്നാട്ടിൽ പുതിയൊരു ദ്രാവിഡ പാർട്ടി രൂപീകൃതമായി. പേര് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. 1977 മുഖ്യമന്ത്രിയായ MGR തന്റെ മരണം വരെ തമിഴകത്തിന്റെ പുരട്ചി തലൈവറായി തുടർന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു പേര് ചിന്തിക്കാൻ പോലും തമിഴ് മക്കൾക്ക് കഴിഞ്ഞില്ല. കരുണാനിധിയും MGRും രാഷ്ട്രീയത്തിൽ ബദ്ധവൈരികളായിരുന്നുവെങ്കിലും ഇഴപിരിയാത്ത വ്യക്തിബന്ധവും പരസ്പര ബഹുമാനവും നിലനിർത്താൻ ശ്രദ്ധാലുക്കളായിരുന്നു. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന ചിത്രം ഈ കഥയാണ് അനാവരണം ചെയ്യുന്നത്. ഒട്ടേറെ സിനിമാ പ്രവർത്തകർ തമിഴക അരസിയലിൽ പയറ്റാൻ ശ്രമിച്ചെങ്കിലും കാലിടറി വീണു. MR രാധ, ശിവാജി ഗണേശൻ, കാർത്തിക്, ഖുഷ്ബു, വിജയ്കാന്ത്, ചോ രാമസ്വാമി, NS കൃഷ്ണൻ തുടങ്ങി ഒട്ടേറെ പേർ. MGRന്റെ അനന്തരാവകാശിയായാണ് കർണാടക സ്വദേശിയായ ജയലളിത രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. അതും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ചരിത്ര സംഭവം. MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ ഏതാനും ദിവസം മുഖ്യമന്ത്രിയായെങ്കിലും പിന്നീട് 2 ദശാബ്ദക്കാലം തമിഴകം അടക്കി വാണത് ജയലളിതയായിരുന്നു. നായികയിൽ നിന്ന് പുരട്ചി തലൈവിയായി മാറി ജയലളിത. அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகம்தான் உண்மையான மக்கள் இயக்கம். மக்களுக்காகவே தன்னை அர்ப்பணித்துக் கொண்ட இயக்கம், மக்களுக்காகவே தன்னை அர்ப்பணித்த தலைவியை கொண்ட ഒരു ഇയക്കം. രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ വിരാമമായി. കമൽഹാസന്റെ പ്രവർത്തനങ്ങൾ നിരാശ മാത്രം സമ്മാനിച്ചു. അജിത് കുമാറിന്റെ പേരും കേട്ടിരുന്നു. ഒടുവിലിതാ ഇളയ ദളപതി
അല്ല ദളപതി വിജയ്. റിസർച്ച് ഡെസ്ക് 24. 2017 പുറത്തിറങ്ങിയ മെർസൽ എന്ന സിനിമയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ പ്രധാന കാരണം. സിനിമയുടെ ഉള്ളടക്കം കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചതും തുടർന്ന് നടന്ന ആദായ നികുതി റെയ്ഡും വിജയ് എന്ന നടനെ രാഷ്ട്രീയക്കാരനാക്കുകയായിരുന്നു. എന്തായിരുന്നു മെർസൽ എന്ന സിനിമയിൽ ഒളിപ്പിച്ചിരുന്ന രാഷ്ട്രീയം? അറസ്യൽ ഗലാട്ടയിൽ നിന്നും ഒരു വിശകലനം. കേന്ദ്ര സർക്കാർ നയങ്ങളെയും നിലപാടുകളെയും മെർസൽ എന്ന ചിത്രത്തിൽ തുറന്നെതിർത്തതോടെയാണ് വിജയ് അവരുടെ ശത്രുവായതെന്ന വിലയിരുത്തലുകൾ ഉണ്ടായി. ഈ കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിക്കുന്ന എന്തായിരുന്നു മെർസൽ? Nothing personal, just service. 2017 ഒക്ടോബർ 18 പുറത്തിറങ്ങിയ മെർസൽ സംവിധാനം ചെയ്തത് ആറ്റ്ലി ആയിരുന്നു. കഥാനായകൻ ഡോക്ടർ മാരൻ. ഈ മാരനെ അവതരിപ്പിച്ചത് വിജയിയാണ്. 5 രൂപ ഡോക്ടർ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. ആരോഗ്യരംഗം മുഴുവൻ സൗജന്യമാക്കണം, അതാണ് ഡോക്ടർ മാരന്റെ ആവശ്യം. അദ്ദേഹത്തിന്റെ ഫീസ് 5 രൂപയാണ്. അതും ക്ലിനിക്കിലെ ജീവനക്കാരിയുടെ ശമ്പളത്തിനും അതുപോലെ തൻ്റെ മിനിമം ചിലവിനുമാണ് ഈ 5 രൂപ വാങ്ങുന്നത്. പക്ഷെ സർക്കാർ ആശുപത്രികൾ അതുപോലും വാങ്ങരുത് എന്നാണ് ഈ മാരന്റെ ആവശ്യം. ഡോക്ടർ മാരനെ ഒരു ടെലിവിഷൻ ചാനൽ അഭിമുഖം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. പൂർണ്ണമായും സൗജന്യ മരുന്ന് സാധ്യമാണോ എന്ന ചോദ്യത്തിന് മാരന്റെ ഉത്തരം ഇങ്ങനെയാണ്: NSR, ഇളവസമ, TV, ഗ്രൈൻഡർ, മിക്സി, ഫാൻ, ഓട്ടുകാള് 5000 രൂപ എല്ലാം കൊടുത്ത ഊര് സാർ നമ്മ ഊര്. മരുന്ന് മാത്രം കൊടുക്ക മുടിയാതാ. ഓട്ടുകാളുക്ക് 5000 രൂപ കൊടുത്ത ഊര് സാർ നമ്മ ഊര്. ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഇതേ ചോദ്യത്തിന് മുന്നിൽ മാരൻ തന്റെ ഉത്തരം ഒന്നുകൂടി രാഷ്ട്രീയമാക്കി മാറ്റി. 7% GST വാങ്ങുന്ന സിംഗപ്പൂർ മക്കൾക്ക് മറത്തൊത്ത് ഇളവസമ തറപ്പോ 28% GST വാങ്ങുന്ന നമ്മ അരസാംഗത്തിലെ മറത്തൊത്ത് ഇളവസമ തറ മുടിയല്ലേ? GST വന്നു. ഇവിടാണ് കേന്ദ്രം മുടക്കിയത്. മെഡിസിനുക്ക് 12%. പല തായ്മാറുകളുടെ താലിയിറക്കുന്ന സാറായത്തിക്ക് GST കിടയാ. മെഡിസിനുക്ക് 12%. പല തായ്മാറുകളുടെ താലിയിറക്കുന്ന സാറായത്തിക്ക് GST കിടയാ. അതായത് മരുന്നിന് 12% GST വാങ്ങുമ്പോൾ മദ്യത്തിന് GST ഇല്ല എന്ന വിമർശനമാണ് ഡോക്ടർ മാരൻ ഉയർത്തിയത്. ഇതേ മെർസലിൽ തന്നെ ഫ്ലാഷ് ബാക്കിൽ ഡോക്ടർ മാരന്റെ അപ്പ കഥാപാത്രം അതും വിജയ് തന്നെയാണ് അവതരിപ്പിച്ചത്. പേര് വെട്രിമാരൻ. പുള്ളിയും രാഷ്ട്രീയം പറയുന്നുണ്ട്. 1970കളാണ് പശ്ചാത്തലം. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് വെട്രിമാരനും കൂട്ടരും. പക്ഷെ ഒരു ആഘോഷ പരിപാടിക്കിടെ ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു കുട്ടി അതിദാരുണമായി മരിക്കുന്നു. ഗ്രാമത്തിൽ നിന്നും വളരെ അകലെയാണ് ആശുപത്രി. കുട്ടിയെ അല്പം കൂടി നേരത്തെ എത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സീൻ. എത്രയും വേഗം ക്ഷേത്രം പണി പൂർത്തിയാക്കണമെന്നും ഇത് ഐശ്വര്യത്തിന്റെ പ്രശ്നമാണെന്നും ആ കൂട്ടത്തിൽ മുതിർന്ന ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ വെട്രി അതിനെ വിയോജിച്ചു. ഇപ്പോ ഇങ്ക കോയിൽ കിട്ടിയ എന്നങ്ക വറപ്പോറത് പോന അന്ത കുളന്തയുടെ ഉസിറ് തിരുമ്പ വരുമാ. അതായത് അമ്പലം കെട്ടിയാൽ കുട്ടിയുടെ ജീവൻ തിരിച്ചു വരും. ഇങ്ക കോയിൽ കെട്ടക്കൂടാതെ ആസ്പത്രി കെട്ടണമെന്നേ. മാരനും വെട്രിമാരനും GSTയും ക്ഷേത്ര നിർമ്മാണവും വെള്ളിത്തിരയിൽ നിന്നിറങ്ങി രാഷ്ട്രീയമായി പടർന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് സിനിമയിൽ ഏറ്റവും ഒടുവിൽ കടന്നു വന്നത് കമൽഹാസന്റെ മക്കൾ നീതിമയ്യമായിരുന്നു. ഒറ്റയ്ക്ക് മതി എന്ന തീരുമാനത്തോടെ 2 തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു. കാര്യമായി സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞില്ല. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം വർഷങ്ങൾ തമിഴ്നാട്ടിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പിന്നീട് താരം പ്രഖ്യാപിച്ചു. താരരാഷ്ട്രീയത്തിന് ഇനിയൊരു സാധ്യത തമിഴ്നാട്ടിലുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. താരമൂല്യം ഏറെയുള്ള സാധാരണക്കാരന്റെ സൂപ്പർ സ്റ്റാറാണ് രജനീകാന്ത്. വിജയകാന്ത് DMDKയുമായി രംഗത്തെത്തിയ കാലത്തിനു മുന്നേ രജനിയുടെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയിലുണ്ട്. ഓരോ ഘട്ടത്തിലും പാർട്ടി പ്രഖ്യാപനത്തിന്റെ അടുത്തുവരെ താരം എത്തുകയും ചെയ്തിരുന്നു. കൊടിയും ചിഹ്നവുമൊക്കെ പ്രവർത്തകർ തന്നെ തീരുമാനിച്ച ഒരു സമയവും ഉണ്ടായിരുന്നു. താരം മുന്നോട്ട് വെച്ച ആധ്യാത്മിക രാഷ്ട്രീയ ശൈലി BJPയോട് അടുത്തു നിൽക്കുന്നതായിരുന്നു. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾക്കൊക്കെ വിരാമമിട്ട് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് രജനീകാന്ത് പ്രഖ്യാപിച്ചു. അങ്ങനെ തമിഴ്നാട് ഏറെ ചർച്ച ചെയ്തിരുന്ന രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം അസ്ഥാനത്തായി. പിന്നാലെയാണ്
കമലഹാസന്റെ മക്കൾ നീതി മയ്യത്തിന്റെ വരവ്. മധുരയിൽ പ്രൗഢഗംഭീരമായ പരിപാടിയിലായിരുന്നു പാർട്ടി പ്രഖ്യാപനം. മക്കൾ നീതി മയ്യം എന്ന പേരിൽ ആരംഭിച്ച പാർട്ടി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ചു. കമലഹാസൻ മത്സരിച്ച കോയമ്പത്തൂരിൽ ഒരു നല്ല പോരാട്ടം നടത്തിയതൊഴിച്ചാൽ കാര്യമായ നേട്ടങ്ങളൊന്നും പാർട്ടിക്കുണ്ടാക്കാൻ സാധിച്ചില്ല. നിലവിൽ ഇന്ത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച ചർച്ചകളിലാണ് കമലിന്റെ മക്കൾ നീതി മയ്യം. ചെറുതും വലുതുമായ നിരവധി താരങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുമായി നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ഒന്നും താരപരിവേഷം വോട്ടായി മാറിയിരുന്നില്ല. കമൽഹാസൻ പ്രതിസന്ധി നേരിടുന്ന രജനീകാന്ത് പിന്മാറിയ രാഷ്ട്രീയ ലോകത്തേക്കാണ് വിജയ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 24 ചെന്നൈ. ഒന്ന് രണ്ട് വർഷം പറയുന്നുണ്ട് വിജയ് അസുരൻ വിജയ് സിനിമ അല്ല. ഞാൻ പറഞ്ഞത് അസുരനിലെ ധനുഷിന്റെ ഡയലോഗ് വിജയ് ഒരു പരിപാടിയിൽ പറഞ്ഞ കാര്യം പറഞ്ഞാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കും. പക്ഷേ എന്തായാലും വിജയ് എന്ന നടനെ തമിഴകത്തിന് ഒരുപാട് ഇഷ്ടമാണെന്ന കാര്യത്തിൽ തർക്കവുമില്ല. വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ തമിഴകത്തിന് ഇഷ്ടപ്പെടുവോ? കാത്തിരുന്ന് പാർக்கலாம். അപ്പോൾ എന്തായാലും പ്രത്യേക പരിപാടി കഴിയാണ്. ഇനി 24 റൗണ്ടപ്പാണ്. അനുജ രാജേശ്വരും ഗുഡ് ബൈ.